ഹായ്, ഇത് കൂവയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പൊടിച്ച് കൂവപ്പൊടി ആക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ കൂവക്കിഴങ്ങ് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ഇതങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം എന്താ മിക്സിയിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഇത് അതുപോലെ വലിയൊരു ചെമ്പെടുത്തിട്ട് ഒരു തോർത്ത് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ ആ കൂവപ്പൊടി അതിലിട്ടിട്ട് ഇളക്കി അതിലെ പൊടിയൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ തോർത്ത് കെട്ടാൻ. അപ്പോൾ അത് അരച്ചെടുത്തത് നമ്മൾ അതിലിട്ടിട്ട് നന്നായി കൈകൊണ്ട് ഇളക്കി ആ പൊടിയൊക്കെ വെള്ളത്തിൽ ഇടണം കേട്ടോ ചെയ്യുന്നത്. വെള്ളത്തിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ആക്കി കഴിഞ്ഞ് നമുക്ക് ചണ്ടി മാത്രമായിട്ട് കിട്ടും കേട്ടോ. ഇതിനി ഒന്നുകൂടെ നമ്മൾ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഫുള്ളും അതിലോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കളറ് അതിന് ശേഷം എന്താ നമ്മൾ ആ ചണ്ടി കൂടെ ഇങ്ങനെ കശക്കി നന്നായിട്ട് അതിൻ്റെ പൊടിയും കൂടെ ആ മറ്റേ വെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പോകുന്നുണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് മൊത്തം വെള്ളത്തിൽ പോകും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ആ ചണ്ടി എടുത്ത് കഴിഞ്ഞ് നമ്മളതിൽ പിന്നെ ഒന്നിനും അത് പറ്റില്ല കേട്ടോ. ഇത് കണ്ടില്ല, ഇതുപോലെ ആയിട്ടുണ്ടാവും. ചണ്ടിയിൽ ഫുള്ളും നമ്മൾ പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് വെള്ളം ഈ കളറിലാണ്. പിന്നെ അത് തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം അടച്ച് വെക്കണം. ഒരു 5-6 മണിക്കൂർ അടച്ച് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇതുപോലെ പൊടിയായിട്ടുണ്ടാവും കേട്ടോ. ഇത് കണ്ടില്ലേ പൊടി, ഇത് വെള്ളം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെള്ളം മൊത്തം നമ്മളിനി അത് കളയണം. അതിനായിട്ട് ഇത് മൊത്തം നമ്മൾ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ അങ്ങനെ വെടിച്ചെടുക്കണം കേട്ടോ. കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടി എടുത്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല കട്ടയായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പൊടിയായി മാറും കേട്ടോ. അപ്പോൾ ഇത് വേറൊരു തോർത്തിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. ഇട്ട് വെച്ചിട്ട് നമ്മളിത് അതുപോലെ കിഴി കെട്ടി വെക്കണം കേട്ടോ. ഇങ്ങനെ കിഴി വെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ ഊർന്ന് പോകും കേട്ടോ. പറ്റ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിഴി വെട്ടി വെക്കുന്നത് കേട്ടോ. ഒരു ദിവസം രാത്രി ഫുള്ളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു കസേരയിലാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ. അപ്പോൾ അത് വെള്ളം ഫുള്ള് ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു രാത്രി ഫുള്ളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദിവസം രാവിലെ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കട്ടയായിട്ട് കിട്ടും കേട്ടോ. കട്ടാന്ന് പറഞ്ഞാൽ നല്ല കട്ടയായിരിക്കും. പക്ഷേ ചെറിയൊരു ഈർപ്പയിലുണ്ടാവും. അപ്പോൾ അതും എല്ലാം കൂടെ ഒന്നിച്ചൊരു കട്ടയായിട്ടിരിക്കുക. ഇത് നമ്മൾ കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ നമുക്ക് സൂപ്പറായിട്ടുള്ള കൂവപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെയല്ലേ വീട്ടിൽ കൂവ ഉള്ളവരുണ്ടാക്കുക. അപ്പോൾ അതുവരെ ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്യാത്തൊരു കൂവക്കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കുഴിച്ചിട്ട് ചെടിയാക്കി ഇതുപോലെ പൊടിയൊക്കെ ആക്കി നോക്കി നോക്കൂ കേട്ടോ. നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു പൊടിയാണ് കേട്ടോ. എന്തിനും നമുക്ക് തണുപ്പ് വയറുവേദനയ്ക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ അമ്മ അതുപോലെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇതുപോലെ ആവും ലാസ്റ്റ് നമ്മളിത് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പൊടി ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 1-2 വർഷത്തിന് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് അമ്മ അതിൻ്റെ കൂടെ പ്രാണികളൊന്നും കയറാതിരിക്കും ഇലമംഗലത്തിൻ്റെ ഇല കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാൻ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഓക്കേ.